ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രൂടോക്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബ്ലീഡിങ്, അതായത് ഗർഭകാലത്തെ ബ്ലീഡിങ് എല്ലാവർക്കും പേടിയുള്ളൊരു കാര്യമാണ്. എല്ലാ അമ്മമാർക്കും എല്ലാ ഗർഭിണികളും പേടിയോടെ കാണുന്നൊരു കാര്യമാണ് ബ്ലീഡിങ്. കാരണം ബ്ലീഡിങ് കണ്ടു കഴിഞ്ഞാൽ അബോർഷനാണോ, കുഞ്ഞിനെ നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെയാണ്, ആദ്യത്തെ 3 മാസത്തിലൊക്കെയാണ് കൂടുതലും ബ്ലീഡിങ് നമ്മൾ പല രീതിയിൽ പലപ്പോഴായിട്ട് കാണുന്നത്. എല്ലാവർക്കും കാണണമെന്നില്ല, എന്നാൽ കാണുന്നത് എല്ലാവർക്കും അബോർഷൻ ആവണമെന്നില്ല. അത് പലതരം കണ്ടീഷനിലാണ് ബ്ലീഡിങ് ഉണ്ടാകുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ബ്ലീഡിങ് ഉണ്ടാകുന്നത്, എപ്പോഴൊക്കെയാണ്, എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതായത് ബ്ലീഡിങ്, അപ്പം ആദ്യത്തെ 3 മാസങ്ങളിൽ പലതരത്തിൽ പല രീതിയിൽ ബ്ലീഡിങ് പലർക്കും ഉണ്ടാകാം. ചിലർക്ക് ബ്ലീഡിങ് ഒന്നും ഇല്ലാതെ തന്നെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയും പോകാം. അപ്പോൾ ബ്ലീഡിങ് കണ്ട ഉടനെ അബോർഷനാണെന്ന് നമ്മൾ പേടിക്കും. പക്ഷേ എപ്പോൾ ബ്ലീഡിങ് കണ്ടാലും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ശേഷം മാത്രമേ നമുക്കറിയാൻ പറ്റൂ അത് എന്തുകൊണ്ട് വന്നു, അല്ലെങ്കിൽ ഏത് രീതിയിലാണെന്നുള്ളത്. അപ്പോൾ പക്ഷേ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിക്കുമ്പോഴാണ് ഏതൊരു അസുഖവും കൂടുന്നത്. ചിലപ്പം ഒരു കുഴപ്പമില്ലാതെ ബ്ലീഡിങ് ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ലാതെ കുഞ്ഞ് നല്ല രീതിയിൽ വളരുകയും സുഖമായിട്ട് ഡെലിവറി നടക്കുകയും ഒക്കെ ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒന്ന് പറയാം സ്പോട്ടിങ് എന്ന് പറയാം. കാരണം ഈ ബീജവും അണ്ടവും യോജിച്ച് കഴിയുമ്പം, അതായത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത്, അതായത് ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അവിടുത്തെ ബ്ലഡ് വെസൽസ് ബ്രേക്ക് ആവും. അപ്പോൾ ചെറിയ രീതിയിലൊരു സ്പോട്ടിങ് പോലെ ഉണ്ടാവും. എല്ലാവർക്കും സ്പോട്ടിങ് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല, എങ്കിലും അതും ഒരു കാരണമാണ്. അപ്പം അതെന്ന് പറഞ്ഞാൽ വലിയ ബ്ലീഡിംഗ് ഒന്നുമല്ല. ഇപ്പം പാൻറ്റീസിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഡോട്ട് പോലെയോ അങ്ങനെ ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള രീതിയിൽ സ്പോട്ടിങ് ഉണ്ടാവുള്ളൂ. അത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് എന്ന് പറയും. അത് പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമല്ല. ചിലപ്പോൾ ഇംപ്ലാന്റേഷനോടുകൂടി ചില സമയത്ത് ചെറിയ വയറുവേദന പോലെയൊക്കെ വരാൻ ചെയ്യാം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ബ്ലീഡിങ്ങിൻ്റെ ഒപ്പം ഭയങ്കര വയറുവേദനയും ആ ബ്ലീഡിങ്ങിൻ്റെ അളവ് കൂടുകയും ഒക്കെ ചെയ്താൽ അത് ഒരു പേടിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്താലേ നമുക്ക് ഇതിൻ്റെ കാര്യം അറിയാൻ പറ്റുള്ളൂ. പിന്നെ വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ എക്ടോപിക് പ്രഗ്നൻസി, അതായത് യൂട്രസിൻ്റെ അകത്ത് ഉള്ള പ്രഗ്നൻസി അല്ലാതെ മറ്റു ട്യൂബിലോ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഒക്കെ വന്നിട്ട് പ്രഗ്നൻസി ഫോം ചെയ്യുന്നത് നമുക്ക് ഒരു ഹെൽത്തി പ്രഗ്നൻസി അല്ല. എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ പുറത്താണ് വരുന്നത്. അപ്പോഴും ഈ ബ്ലീഡിങ് ഉണ്ടാകാം. പിന്നെ വരുന്നത് മോളാർ പ്രഗ്നൻസി. അത് ഗർഭാശയത്തിൻ്റെ അകത്താണെങ്കിൽ പോലും അത് ഒരു കുഞ്ഞായിട്ട് രൂപപ്പെടുന്നില്ല. പ്രഗ്നൻസി ഹോർമോണും കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും മോളാർ പ്രഗ്നൻസി ഹെൽത്തി പ്രഗ്നൻസി അല്ല. അപ്പോഴും ഇതുപോലെ ബ്ലീഡിങ്ങും കാര്യങ്ങളും ഉണ്ടാകാം. പിന്നെ ഒരെണ്ണമാണ് സബ് കോറിയോണിക് ഹെമറ്റോമ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ കോറിയോണിക് മെംബ്രെയിൻ, അതായത് ഗർഭാശയ ഭിത്തിയുടെയും ഈ നമ്മുടെ കുഞ്ഞാമ്നിയോട്ടിക് സാക്കിൻ്റെ ആ മെംബ്രെയിൻ്റെയും ഇടയ്ക്ക്, കോറിയോണിക് മെംബ്രെയിൻ്റെ ആ ഭാഗത്ത് ബ്ലഡ് കളക്ട് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനാണ് സബ് കോറിയോണിക് ഹെമറ്റോമ എന്ന് പറയുന്നത്. ഹെമറ്റോമ എന്ന് പറഞ്ഞാൽ ബ്ലഡ് കളക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഹെമറേജ് എന്ന് പറയുന്നത്. അപ്പം ആ ഭാഗത്ത് ബ്ലഡ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് അത് അങ്ങനെ തന്നെ നിന്ന് അബ്സോർബായി പോകും. മറ്റുള്ളവർക്ക്, ചിലർക്ക് വെജൈന വഴി ആ ബ്ലീഡിങ് ചെറുതായിട്ട് ഡാർക്ക് ബ്രൗൺ കളറോ അങ്ങനത്തെ കളറിലായിട്ടൊക്കെ ബ്ലഡ് പോകും. ബ്ലീഡിങ് ചെറുതായിട്ട് ബ്ലീഡ് ചെയ്ത് പോകും. അപ്പം അതും അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഈ ബ്ലീഡിങ് കാണുന്നതിനുള്ള. സബ് കോറിയോണിക് ഹെമറ്റോമയെ കുറിച്ച് നമുക്ക് പറയാം. അതായത് ഈ ഇങ്ങനെ ബ്ലഡ് കളക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അബ്സോർബായി, ഇപ്പം നമ്മളോട് ഡോക്ടർ പറയും, ഇപ്പം നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴാണ് ഈ സബ് കോറിയോണിക് ഹെമറ്റോമ എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ അറിയുന്നത്. ചിലവർക്ക് ബ്ലീഡിങ് വരുമ്പോഴായിരിക്കും. ബ്ലീഡിങ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ എന്തായാലും സ്കാൻ ചെയ്യും. എന്നാൽ എന്ത് കാരണത്താലാണ്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന് ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ടോ, കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്നെല്ലാം അവർ ചെക്ക് ചെയ്യും. അപ്പോൾ ഈ സബ് കോറിയോണിക് ഹെമറ്റോമ എന്ന് പറഞ്ഞ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ ബ്ലഡ് കളക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ എത്ര മെഷർമെൻറ്റ് എത്ര അളവിലുണ്ട് എന്നൊക്കെ അവർ നോക്കും. എന്നിട്ട് അവർ ഫോളോ അപ്പ് സ്കാൻ പറയും. റിപ്പീറ്റഡ് സ്കാനിങ് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാനോ 3 ആഴ്ച കഴിഞ്ഞ് സ്കാൻ ചെയ്യാനോ ഡോക്ടർ പറഞ്ഞു വിടും. നമ്മൾ റിപ്പീറ്റഡ് നെക്സ്റ്റ് സ്കാനിങ്ങിൽ അതിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കും. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിക്കാനില്ല. അത് അബ്സോർബായി പിന്നെയുള്ള സ്കാനിങ്ങിൽ അബ്സോർബായി അത് കംപ്ലീറ്റ് ആയിട്ട് പോയിക്കോളും. അന്ന് ഈ ഒരു കണ്ടീഷൻ വന്നെന്ന് വിചാരിച്ച് അബോർഷൻ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ചിലർക്ക് ഇത് ലാസ്റ്റ് വരെയും അതങ്ങനെ നിൽക്കും, എങ്കിലും ഡെലിവറിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ വന്നാലും
നിങ്ങൾ അപ്പം ഡോക്ടർ അതിനുള്ള സപ്പോർട്ടിങ് ടാബ്ലറ്റ്, പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ്, ഡോക്ടേഴ്സ് ബിഫാസ്ട്രോൺ അങ്ങനെയുള്ള ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ, പ്രൊജസ്ട്രോൺ ഇഞ്ചെക്ഷൻ, അങ്ങനെ ഡോക്ടേഴ്സ് അതിൻ്റേതായ രീതിയിൽ നിങ്ങൾക്ക് മെഡിസിൻസും സപ്പോർട്ടിങ് ടാബ്ലറ്റ്സും ഒക്കെ തരും. അപ്പം അതുകൊണ്ട് അത് മാറാവുന്നതേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ റെസ്റ്റ് പറയുകയാണെങ്കിൽ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അവനവൻ്റെ കാര്യങ്ങൾ, നമ്മുടേതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അത് പോകേണ്ടത് അത് നോർമലി അബ്സോർബ് ചെയ്ത് പോകും, മിക്ക കേസിലും അബ്സോർബ് ചെയ്ത് പോകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതങ്ങനെ തന്നെ മാറിപ്പോയിക്കോളും. അതോർത്ത് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്ത് നോക്കുക, ഭക്ഷണ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ കഴിക്കുക, ഹെൽത്തി ഫുഡ് കഴിക്കുക, മറ്റ് അസുഖങ്ങളൊന്നും വരാതെ ശ്രദ്ധിക്കുക. പെരിനേറ്റൽ വൈറ്റമിൻസ് ഒക്കെ തന്നിരിക്കുന്നത് കറക്റ്റായിട്ട് കഴിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകാനായിട്ട് പറ്റും. ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.